ഹായ് എല്ലാവർക്കും ന്യൂജൻ മാത്ത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്ന 9ാം ക്ലാസ്സുകാർക്ക് വേണ്ടിയാണ്. 9ാം ക്ലാസ്സിലെ മാത്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഈ വർഷം പുസ്തകം മാറിയത് നിങ്ങൾക്കറിയാം. കഴിഞ്ഞ പുസ്തകമല്ലല്ലോ ഇപ്പോൾ ഉപയോഗിക്കേണ്ടത്, ഇപ്പോൾ പുതിയ പുസ്തകമാണ്. ആ പുസ്തകത്തിലെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇതുമായി ബേസ് ചെയ്ത് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ നേരെ പഠിക്കാൻ പോകുന്നു. എന്താണ് ഇക്വേഷൻ അല്ലെങ്കിൽ സമവാക്യങ്ങൾ എന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഒരു കാര്യം ഞാൻ എഴുതിയിട്ടുണ്ട്. സം ഓഫ് 5 and 3, 5ഉം 3ഉം കൂടെ കൂട്ടണം എന്നല്ലേ അർത്ഥം. അപ്പൊ സം ഓഫ് 5 and 3 എന്ന് വെച്ചാൽ 5ഉം 3ഉം കൂടെ കൂട്ടുക. അതോടൊപ്പം തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് സം ഓഫ് എ നമ്പർ ആൻഡ് 3. ഏതോ ഒരു സംഖ്യയും, അതാണ്ട് ഈ വരി ശ്രദ്ധിച്ചോണേ, ഏതോ ഒരു നമ്പർ, എ നമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ആ എ നമ്പറിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഒരു വേരിയബിൾ ആയിട്ടുള്ള എക്സ് എന്ന് വിളിക്കുന്നു. ആൻഡ് സം ഓഫ് എ നമ്പർ ആൻഡ് 3 നമുക്ക് എങ്ങനെ എഴുതാം? x+3. കേട്ടല്ലോ. അപ്പൊ ആദ്യത്തെ വരി നമുക്കറിയാം സം ഓഫ് 5 and 3 എന്ന് വെച്ചാൽ എന്തുവാ? 5+3. സം ഓഫ് എ നമ്പർ ആൻഡ് 3 എന്ന് പറയുമ്പോൾ x+3. ഈ എഴുതിയേക്കുന്ന ഈ രൂപത്തെ വിളിക്കുന്ന പേരാണ് ഇംഗ്ലീഷിൽ നമ്മൾ അതിനെ വിളിക്കും ന്യൂമറിക്കൽ എക്സ്പ്രഷൻ. ന്യൂമറിക്കൽ എക്സ്പ്രഷൻ എന്നാണ് അതിനെ വിളിക്കുന്നത്. എന്ന് പറയുന്നത് സംഖ്യാപദപ്രയോഗം. അതാണ് മലയാളം. എന്താണ്? സംഖ്യാപദപ്രയോഗം. തൊട്ട് താഴെ നമ്മൾ ഈ എഴുതിയേക്കുന്നതിനകത്ത് നമ്മൾ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ അല്ലെങ്കിൽ അറിയാൻ വയ്യാത്തൊരു സംഖ്യയായ അക്ഷരം ഇവിടെ കൊടുത്തിട്ടുണ്ടായത് കൊണ്ട് ആ രീതിയിൽ എഴുതുന്നതിനെ വിളിച്ച പേരാണ് ആൾജിബ്രായിക് എക്സ്പ്രഷൻ. എന്തെന്ന് വിളിച്ചു? ആൾജിബ്രായിക് എക്സ്പ്രഷൻ. നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? എന്താണ് ഇക്വേഷൻ എന്നാണ് പഠിക്കാൻ പോകുന്നത്. ഇനി മൂന്നാമതൊരു കാര്യത്തിലേക്ക് പോകുന്നു. ഒരു ചോദ്യം കിടക്കുന്നത് സം ഓഫ് എ നമ്പർ ആൻഡ് 3 = 8. അപ്പൊ ആദ്യം തന്നെ ഈ എഴുതിയേക്കുന്ന വാചകത്തിനെ നമുക്ക് രണ്ടായിട്ട് മുറിക്കാം. സം ഓഫ് എ നമ്പർ ആൻഡ് 3 എന്ന് വെച്ചാൽ എന്തുവാ? എ നമ്പറിനെ നമ്മൾ എന്തെന്നെടുക്കും? എക്സ്. അപ്പൊ സം ഓഫ് എ നമ്പർ ആൻഡ് 3 ഈക്വൽസ് എന്താണ്? അതാണ്ട് ഈ ഈക്വൽസ് ആണ് ഈക്വൽസ് എന്തെന്ന് എഴുതുന്നു? =8. കേട്ടോ. അപ്പൊ ഈ വാചകത്തിനെ വായിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ എഴുതുന്നു x+3 = 8 എന്ന് എഴുതുന്നു. ഇവിടെ ഒരു ഈക്വൽ ടു സിമ്പൽ ഉണ്ട്. അതോടൊപ്പം അതിനൊരു ഇടത്തെ സൈഡ് അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഉണ്ട്. അതോടൊപ്പം ഈക്വൽ ടുൻ്റെ ഇപ്പുറത്തെ സൈഡാണ് റൈറ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ ഒരു വലത്തെ വശം, സമത്തിന് വലത്തെ വശവും ഉണ്ട്, സമത്തിന് ഇടത്തെ വശവും ഉണ്ട്. അതോടൊപ്പം ഇവിടെ ഒരു സമവും ഉണ്ട്. അതോടൊപ്പം ഇവിടെ ഒരു വേരിയബിൾ ഉണ്ട്. അതോടൊപ്പം ഇവിടെ 2 കോൺസ്റ്റൻസ് ഉണ്ട്. ഇങ്ങനെ എഴുതുന്ന ഈ രൂപത്തെ വിളിക്കുന്ന പേരാണ് ഇതുപോലെ എഴുതി കഴിഞ്ഞാൽ ഇതിനെ വിളിക്കുന്ന പേരാണ് മക്കളെ ഇക്വേഷൻ അല്ലെങ്കിൽ സമവാക്യം. ഇക്വേഷൻ എന്താണെന്ന് മനസ്സിലായല്ലേ? അപ്പൊ ഇക്വേഷൻ എന്ന് പറയുന്ന ഇതിനകത്ത് ഒരു ഈക്വൽ ടു ഉണ്ട്. അതോടൊപ്പം ഇതുപോലത്തെ ഒരു അക്ഷരമായിട്ടുള്ള വേരിയബിൾ ഉണ്ട്. അതോടൊപ്പം പ്ലസ് അല്ലെങ്കിൽ മൈനസ് തുടങ്ങിയ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. നമുക്ക് 3, 8 തുടങ്ങിയ കോൺസ്റ്റൻസ് ഉണ്ട്. എന്തുണ്ട്? കോൺസ്റ്റൻസ് ഉണ്ട്. ഇത്രയും ചേരുമ്പോൾ ഉണ്ടാവുന്നതാണ് ഇക്വേഷൻ. അപ്പൊ എന്താണ് ഇക്വേഷൻ എന്ന് മനസ്സിലായല്ലോ? ഓക്കെ ആണ്. ഈ എക്സിനെ വിളിക്കുന്ന ഒരു പേരാണ് എന്ത്? വേരിയബിൾ. എന്തെന്ന് വിളിക്കും? വേരിയബിൾ. മാറിക്കൊണ്ടിരിക്കുന്ന അക്ഷരം. എക്സ് മാറ്റം വരും. എക്സ് എന്ന് പറയുന്ന ഒരു സംഖ്യയാണ്, പക്ഷെ ഇവിടെ അക്ഷരമാണ് ഉപയോഗിക്കുക. അതുകൊണ്ട് അതിനെ വേരിയബിൾ എന്ന് വിളിക്കും. അതോടൊപ്പം 3നെയും 8നെയും വിളിക്കുന്ന പേരാണ് കോൺസ്റ്റൻസ്. എന്തെന്ന് വിളിക്കും? കോൺസ്റ്റൻസ്. അതോടൊപ്പം പ്ലസ്, മൈനസ്, ഇൻറ്റു തുടങ്ങിയവയെ വിളിക്കുന്ന പേരാണ് ഓപ്പറേറ്റേഴ്സ്. അവിടെ ഉപയോഗിക്കുന്ന എന്താണോ അത് ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു ഇക്വേഷനകത്ത് കാണും. അതോടൊപ്പം ഒരു ഈക്വൽ ടൂവും കാണും, അറിയാം. ഇനി നമ്മൾ ചോദ്യത്തിലേക്ക് പോകുന്നു. ഒരു ചോദ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ. 264 ആഡഡ് ടു എ നമ്പർ മേക്സ് ഇറ്റ് 452. എന്താണ്? ഒരു സംഖ്യയോട്, ആ സംഖ്യ ഏതെന്നറിയാമോ? ഇല്ല. ഒരു സംഖ്യ, അത് എക്സ് എന്ന് വിളിക്കുന്നു, സംഖ്യയോട് 264 കൂട്ടിയപ്പോൾ, അപ്പൊ ഏതോ ഒരു സംഖ്യ ഉണ്ട്, ആ സംഖ്യ എക്സ്. അതിനോട് എന്ത് ചെയ്തു? 264 കൂട്ടിയപ്പോൾ എന്ത് കിട്ടി? 452 കിട്ടി, അല്ലെങ്കിൽ 452 ആയി. അപ്പൊ ഈ കൊടുത്തിരിക്കുന്നത് എന്താണ് മക്കളെ? എന്താണ്? ഇക്വേഷൻ ആണ്, അല്ലെങ്കിൽ അതൊരു എന്താണ്? സമവാക്യമാണ്. ഓക്കെയാണ്, സെറ്റാണ്. അപ്പൊ ഇക്വേഷൻ എന്താണെന്ന് ഇത് എഴുതുന്നത് ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ. എന്തുകൊണ്ട്? ഈക്വൽ ടു ഉണ്ട്, എക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്, കോൺസ്റ്റൻസ് ഉണ്ട്, അതോടൊപ്പം ഓപ്പറേറ്റേഴ്സും ഉണ്ട്. അപ്പൊ ഇതൊരു ഇക്വേഷൻ ആണ്. ഇനി നമുക്ക് എന്താണ്? സംഖ്യ ഏതാണ് എന്നാണ് കണ്ടുപിടിക്കുന്നത്. മീൻസ് ഈ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇക്വേഷനകത്ത് ഒരു കാര്യം കൂടെ നിങ്ങൾ ഇനി മനസ്സിലാക്കി വെച്ചോണം. ഒരു ഈക്വൽ ടു ഉണ്ടെന്ന് വിചാരിക്കാം. ഈക്വൽ ടുന് വലത്തെ സൈഡ് ഇടത്തെ സൈഡ് ഉണ്ടല്ലോ. അപ്പൊ വലത്തെ സൈഡിലെ പ്ലസ് ഇടത്തെ സൈഡ് എത്തുമ്പോൾ എന്തോ, അല്ല ഇടത്തെ സൈഡിലെ പ്ലസ് വലത്തെ സൈഡിൽ എത്തുമ്പോൾ എന്താവും?
മൈനസ് ആവും. അത് മനസ്സിലാക്കുക. ഇതാണ് ഇക്വേഷൻ്റെ പ്രത്യേകത. അതാണെങ്കിൽ ഇവിടെ മൈനസ് ആയിട്ടുള്ള ഒരാൾ ഇപ്പുറത്ത് ചെല്ലുമ്പോൾ അതെന്താവും? പ്ലസ് ആവും. അതാണെങ്കിൽ ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്ത് ഗുണിതമാണെങ്കിൽ അപ്പുറത്ത് ചെല്ലുമ്പോൾ അതെന്താവും? ഡിവിഷൻ ആവും. ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്ത് ഡിവിഷൻ ആണെങ്കിൽ അപ്പുറത്ത് ചെല്ലുമ്പോൾ എന്താവും? ഇൻറ്റു ആവും. ഈ ഒരു കണ്ടീഷൻ എന്തിനകത്തുണ്ട്? ഇക്വേഷൻ്റെ കേസിലുണ്ട്. പഠിച്ച് വെക്കണം. അതോടൊപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ട എക്സ് ആണല്ലോ. അപ്പൊ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഈ പ്ലസ് 264 എടുത്ത് അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ അത് എന്തായിട്ട് മാറും? മൈനസ് ആയി മാറും. അല്ലെങ്കിൽ 452 മൈനസ് 264 എന്നായി മാറുന്നു. അപ്പോൾ എക്സിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ 452 264 കുറയ്ക്കണം. അപ്പോൾ കുറയ്ക്കാം 452 മൈനസ് 264. അപ്പോൾ അറിയാം 12 ആകും. അപ്പോൾ 8 ആകും. ഇത് 4 ആകും. ഇത് 3 ആകും. ഇത് 14 ആകും. ഇപ്പോൾ എത്ര 188 എന്ന് പറയുന്നതാണ് എക്സ് ആയി മാറുന്നത്. അപ്പോൾ ആൻസർ ഈസ് 188. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. കൂട്ടുമ്പോൾ കിട്ടുമല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. മറ്റൊരു ചോദ്യം ഇവിടെ ഉണ്ട്. അപ്പോൾ ചോദ്യം എന്താണ്? എ നമ്പർ ഡിവൈഡഡ് ബൈ 21. ഏതോ ഒരു സംഖ്യ ഉണ്ടായിരുന്നു എക്സ്. ആ നമ്പറിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തു? 21 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 756 കിട്ടി. കണ്ടോ? അപ്പോൾ ഈ എഴുതിയിരിക്കുന്ന എന്താണ്? ഇക്വേഷനാണ് അല്ലെങ്കിൽ സമവാക്യമാണ്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഏതു സംഖ്യയാണ് ഹരിച്ചത്? മീൻസ് എക്സ് കണ്ടുപിടിക്കും. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 756 എന്ന് എഴുതും. ഈ ഡിവൈഡ് ചെയ്ത സാധനം ഇപ്പുറത്തോട്ട് പോകുമ്പോൾ എന്തായി മാറും മക്കളെ? ഇൻറ്റു. ഞാൻ ഇവിടെ പഠിപ്പിച്ചാണ്. ഡിവിഷൻ അപ്പുറത്ത് ചെല്ലുമ്പോൾ എന്തായി മാറും? ഇൻറ്റു ആയി മാറും. എന്ന് പറയുമ്പോൾ ഈ ഡിവൈഡ് ചെയ്ത 21 ഇപ്പുറത്ത് ചെല്ലുമ്പം ഇൻറ്റു ആയി മാറും. മീൻസ് ഇൻറ്റു 21 എന്നായിട്ട് മാറും. മീൻസ് എക്സ് ഈസ് ഈക്വൽ ടു തമ്മിൽ ഗുണിക്കണം 756 ഇൻറ്റു 21 എന്ന് വരും. മീൻസ് 6 5 7 6 2 12 ഇഷ്ടം 5 2 10 11 ഇഷ്ടം 14 1 15 കിട്ടും. മീൻസ് 6 7 8 15. ആൻസർ ഈസ് 15,876 ആണ് ആൻസറായി വരുന്നത്. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്തു മനസ്സിലായി? ഇതുപോലെ എഴുതുന്നതിനെ എന്തെന്ന് വിളിക്കും? ഇക്വേഷൻ എന്ന് വിളിക്കും. അതിൻ്റെ ചോദ്യങ്ങളും മനസ്സിലായല്ലോ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനി വന്നുകൊണ്ടിരിക്കും. എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക. നമുക്ക് 9ാം ക്ലാസ്സിലെ ക്ലാസ്സുകൾ ന്യൂജൻ മാത്ത് എന്ന ഈ ചാനലിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക് യു.